ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 17-ാമത് വാക്യത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ നിയമങ്ങൾ മറന്നു കളഞ്ഞിട്ട് ജീവിതത്തിലെ താൽക്കാലിക നന്മകൾക്കു വേണ്ടി, സുഖത്തിനു വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി, നേട്ടങ്ങൾക്കു വേണ്ടി മുൻപോട്ട് പോകുന്നത് ജീവിതത്തിൽ ഭവിക്കുന്ന വലിയ നാശങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതായി തീരും എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മോട് സംസാരിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ, നമ്മോട് അരുളി ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ നിയമങ്ങൾ, നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, അതിനെ നാം മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ പ്രകാരം നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കണമെന്നും അത് നമ്മെ നന്മയിലെത്തിക്കുമെന്നും ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ, ദൈവത്തിൻ്റെ നിയമങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ഇച്ഛയ്ക്കും ഇംഗിതത്തിനുമനുസരിച്ച് നാം മാറ്റിമറിക്കുന്നു എങ്കിൽ, ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നാം മറന്നു കളയുന്നു എങ്കിൽ അത് നമുക്ക് നാശകാരണമായി തീരുമെന്നും നമ്മെ ഓർപ്പിക്കുക തന്നെയാണ്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യനോട് ദൈവാത്മാവ് പറയുന്ന കൃത്യമായൊരു കാര്യമുണ്ട്. നീ എൻ്റെ ആലോചനയുമായിട്ട് ബഥേലിലേക്ക് പോകണം എന്നുള്ളതായ ഒരു ദൂതായിരുന്നു. ദൈവം തന്നോട് കൃത്യമായ തലത്തിൽ ദൂത് പറഞ്ഞിട്ടുണ്ട്. നീ കടന്നു പോവുകയും അവിടെ ചെന്നിട്ട് ഞാൻ നിന്നോട് പറയുന്നതായ ആലോചന കൃത്യമായ തലത്തിൽ പറയുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് അപ്പം തിന്നുകയോ വെള്ളം കുടിക്കുകയോ അവിടെ പാർക്കുകയോ നീ പോയ വഴി മടങ്ങിപ്പോരുകയോ ചെയ്യാതെ നീ അവിടെ നിന്ന് ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും നീ പോയ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയായി മടങ്ങിപ്പോരുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവം അവന് കൊടുത്ത വ്യവസ്ഥ, നിയമം എന്ന് പറയുന്നത്. ആ നിയമം കൃത്യമായി കേട്ട് അവിടെ കടന്നു ചെന്ന് ദൂത് കൈമാറി മടങ്ങിപ്പോരുന്നതായ ഈ പ്രവാചക മനുഷ്യനോട് മറ്റൊരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, നീ ക്ഷീണിച്ചിരിക്കുന്നു, നീ മടങ്ങി വരണം, നീ മടങ്ങി വന്ന് അപ്പമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി മടങ്ങിപ്പോയാൽ മതി എന്ന് പറയുമ്പോൾ ആ വാക്ക് കേൾക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ ദൈവം തനിക്ക് കൊടുത്ത നിയമത്തെ താൻ മാറ്റി, ആ നിയമം താൻ മറന്നു, അല്ലെങ്കിൽ അതിനോട് താൻ അവിശ്വസ്തത കാണിച്ചിട്ട് മനുഷ്യ വാക്കുകളെ താൻ കേട്ട് താൻ മുൻപോട്ട് കടന്നു പോകുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ്. തൽഫലമായിട്ട് എന്താണ് സംഭവിക്കപ്പെട്ടത്? 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, ആ നിലകളിൽ ദൈവം കൊടുത്ത നിയമങ്ങളെ മറന്നു കളഞ്ഞിട്ട് ദൈവശബ്ദമെന്ന് പറഞ്ഞ് തന്നോട് വന്ന് പറഞ്ഞ മാനുഷിക വാക്കുകളിൽ വിശ്വസിച്ച് താൻ മടങ്ങിപ്പോയി അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്ന് മടങ്ങുമ്പോൾ അവനോട് പറഞ്ഞ വാക്കെന്താണെന്ന് ചോദിച്ചാൽ, നിൻ്റെ ശവം നിൻ്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നുള്ള ശബ്ദമാണ്. അവൻ അവിടെ നിന്ന് യാത്ര തിരിച്ച് മുൻപോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കപ്പെട്ടു? അവൻ്റെ നേരെ ഒരു സിംഹം അവനെ കണ്ടോടി വന്നിട്ട് അവനെ കൊന്നുകളയുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നിയമങ്ങൾ മറന്നു കളയുന്നത് അപകടമാണ്. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെ, ദൈവശബ്ദത്തെ മറന്നു കളയാതെ ആ ശബ്ദത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാകും. അതിനായി നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന നിയമങ്ങളെ മറന്നു കളഞ്ഞിട്ട് നാശത്തിലേക്ക് നടക്കുന്നവരായിട്ടല്ല, ദൈവം ഞങ്ങളുടെ മുമ്പിൽ വെച്ച നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവനിലേക്ക് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.